ഓർക്കാപ്പുറത്ത് വന്ന ആ വിളി ഇത്രയ്ക്ക് ഗൗരവമേറിയ ഒരു അനുഭവത്തിലേക്ക് വാതിൽ തുറക്കുമെന്ന് ഞാൻ ഒട്ടും നിരൂപിച്ചില്ല. പരിചയമില്ലാത്ത നമ്പർ, ട്രൂ കോളർ ഇല്ലാത്തതുകൊണ്ട് പേര് തെളിഞ്ഞുമില്ല. പെൺ ശബ്ദം പറഞ്ഞു, ജോർജ് സാറേ, ഞാൻ കൊച്ചുറാണി, എറണാകുളം രൂപതയിൽ താമരക്കുളം ഇടവകയെന്നാണ്. ഞങ്ങൾക്ക് സാറിനെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. കാണാമല്ലോ, എന്താ സംഭവം? ഞാൻ ചോദിച്ചു. പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല സാറേ, ഞങ്ങൾ രണ്ടാളും കൂടി വരാം. സാറിന് ഇഷ്ടമുള്ള സൗകര്യമുള്ള ഒരു ദിവസം. ഹസ്ബൻഡിൻ്റെ പേര് വർഗീസ് എന്നാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആഹാ, എന്നെ എങ്ങനെ അറിയാം? നമ്പർ എങ്ങനെ കിട്ടി? ഞാൻ ചോദിച്ചു. കുറേ നാളായി സാറിൻ്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, പിന്നെ എഴുതുന്നത് വായിക്കാറുമുണ്ട്. ചിലരോടൊക്കെ അന്വേഷിച്ച് സാറിൻ്റെ നമ്പർ എടുത്തതാണ്. സന്തോഷം. എന്താണ് വിഷയം? സഭയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ജോർജ് സാർ അത്തരം ഒത്തിരി കാര്യങ്ങൾ ലോകത്തോട് പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം സാറിനോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ നാളെ വരട്ടെ? ആയിക്കോട്ടെ. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ കൊച്ചുറാണിയും വർഗീസും വന്നു. 50-നും 60-നും ഇടയിൽ പ്രായം. കൊച്ചുറാണി ഇടവക സ്കൂളിൽ അധ്യാപികയാണ്. സൺഡേ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്. ഇത്തിരി കുശലങ്ങൾക്കും പരിചയപ്പെടലിനും ശേഷം വർഗീസ് പറഞ്ഞു, സാറിൻ്റെ സമയം കളയുന്നില്ല, കാര്യത്തിലോട്ട് വരാം. ഞാൻ മുന്നോട്ടാഞ്ഞിരുന്നു, ചെവിയൊരുക്കി. അപ്പോൾ വർഗീസ് കൊച്ചുറാണിയോട് പറഞ്ഞു, നീ തുടങ്ങ്. കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കൊച്ചുറാണിക്കാണ് തന്നേക്കാൾ മിടുക്ക് എന്ന് മനസ്സിലാക്കാൻ വർഗീസ് എത്ര കാലമെടുത്തു എന്ന് എനിക്കറിയില്ല, ചോദിക്കാനും വയ്യ. പക്ഷേ ഇന്നലത്തെ ഒറ്റ വിളിയിൽ തന്നെ എനിക്കത് ബോധ്യമായി കഴിഞ്ഞിരുന്നു. കൊച്ചുറാണി തുടങ്ങി. സാർ ഓർക്കുന്നുണ്ടായിരിക്കും, 2-3 കൊല്ലം മുൻപ് കുർബാന പ്രശ്നം വന്നപ്പോൾ ഇവിടുത്തെ 16 ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാതെ സെമിനാരിയിൽ നിന്ന് വീട്ടിൽ പറഞ്ഞു വിട്ടല്ലോ. ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് കൽപ്പന വന്നപ്പോൾ മെത്രാന്മാർ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കും ബാധകമാണ്, നിങ്ങൾ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലുള്ളൂ എന്ന് എഴുതി തന്നാലേ പട്ടം തരൂ. അവർ ചുമ്മാ പറയുകയല്ല, ഓരോരുത്തർക്കും കത്തും കൊടുത്തു. അവരെയൊക്കെ പഠിപ്പിച്ച അച്ഛന്മാരാണെങ്കിൽ വിമതരും. മാർക്കോസ് കൂരിക്കാടൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വിമതർ ഡീക്കന്മാരോട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ എഴുതി കൊടുക്കരുത്, കൊടുത്താൽ നിങ്ങളെ ഇവിടുത്തെ വൈദിക കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കും, നിങ്ങൾക്ക് ഇവിടെയൊക്കെ കഴിയേണ്ടതല്ലേ. അവരൊപ്പിട്ട് കൊടുത്തില്ല. അപ്പോൾ കയ്യനക്കം കൊണ്ട് കൊച്ചുറാണിയെ തടഞ്ഞിട്ട് വർഗീസ് പറഞ്ഞു, അവരെന്ത് ചെയ്യും? പിള്ളേരല്ലേ, വിമതന്മാർ അവരെ വിരട്ടി നിർത്തിയിരിക്കുമല്ലേ. കുറേ പേര് നേരത്തെ തന്നെ വിമതരുടെ വലയിലാണ് താനും. ബാക്കിയുള്ളവർ ധർമ്മസങ്കടത്തിലും. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ചക്കനുമുണ്ട്, എൻ്റെ അളിയൻ്റെ മോൻ തോമാച്ചൻ. ഏകീകൃത കുർബാന ചൊല്ലിക്കോളാമെന്ന് ഒപ്പിട്ട് കൊടുത്താൽ കൂരിക്കാടന്മാർ നശിപ്പിക്കും, കൊടുത്തില്ലേൽ പട്ടം മുടങ്ങും. ഇത്രയും കാലം പഠിച്ചത് വെറുതെ ആകും, വിട്ടുപോന്നാലോ എന്ന് ചിലരൊക്കെ ആലോചിച്ചു. പക്ഷേ അതിനുള്ള ധൈര്യമില്ല, ഒന്നും വയ്യാത്ത അവസ്ഥ. അവരുടെയൊക്കെ വീട്ടുകാർക്കാണേൽ അതിലും വലിയ നാണക്കേട്. മോനൊരു പട്ടക്കാരനായി കാണാൻ കണ്ണിൽ മാത്രമല്ല പള്ളി വിളക്കിലും എണ്ണയൊഴിച്ച് നേർച്ച നേർന്ന് കാത്തിരുന്നിട്ട് ഇപ്പോൾ കടമ്പയ്ക്കൽ കൊണ്ടുവന്ന് കലമുടച്ച പോലെ ആയില്ലേ. അവരും വെട്ടിലായി. ആരുടെ പക്ഷത്ത് നിൽക്കണം? എനിക്കെന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വർഗീസ് ഒന്ന് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, പക്ഷേ അവർ വെറും പിള്ളേരല്ല, 25-26 വയസ്സായ ചെറുപ്പക്കാരല്ലേ. ഫിലോസഫിയും തിയോളജിയും സഭാചരിത്രവും ആരാധനാക്രമവും പഠിച്ചവരാണല്ലോ. എന്തിനു വേണ്ടി പഠിച്ചോ അതിൽ ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനിക്കാൻ അവർക്കിപ്പോൾ കഴിയേണ്ടതാണ്. അതല്ലേ ഉറച്ച പൗരോഹിത്യ വിളി. അതിൽ മറ്റാരുടെയും സമ്മർദ്ദമോ സ്വാധീനമോ വിലങ്ങുതടിയാകാൻ പാടില്ല. അതിനവരനുവദിക്കരുത്. നാളെ ഒരു സമൂഹത്തെ സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നയിക്കേണ്ടവരല്ലേ അവർ. സാറ് പറഞ്ഞത് ശരിയാ, കൊച്ചുറാണി പറഞ്ഞു. ആ പ്രശ്നം കാരണം ഡീക്കന്മാരൊക്കെ കുറേ നാൾ വീട്ടിൽ നിന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കസിൻ്റെ മോനും തോമാച്ചനും ഉണ്ടായിരുന്നു. അവൻ്റെ വിഷമം കണ്ടിട്ട് അപ്പനും അമ്മയും അവനോട് പറഞ്ഞു, മോനെ, ഈ വിമതരുടെ പണിയൊന്നും ദൈവത്തിന് ചേരുന്നതല്ല. എന്തു വന്നാലും സഭയുടെ കൽപ്പനകളനുസരിച്ച് നിൽക്കണം. ദൈവജനത്തെ നയിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതല്ലേ. നിങ്ങൾ വിശ്വാസികൾക്ക് മാതൃകയാകേണ്ടതല്ലേ. സഭയോട് മല്ലിട്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? അന്നേരം അവൻ, അതായത് നമ്മുടെ തോമാച്ചൻ ചോദിച്ചു, എന്നാലും ഞാൻ ഈ അച്ഛന്മാരുടെ ഇടയ്ക്കല്ലേ അമ്മയെ ജീവിക്കേണ്ടത്? അതിൽ ചിലരൊക്കെ ഞങ്ങളുടെ ഗുരുക്കന്മാരാണ്. അവരൊത്തിരി ഭീഷണിപ്പെടുത്തി, നിങ്ങൾക്ക് നല്ല ഇടവക കിട്ടുകയില്ല, വല്ല ആഫീസിലും ഇരുന്ന് കണക്കെഴുതാം, പുസ്തകം വിൽക്കാം, ഇവിടെയോ വിദേശത്തോ കൂടുതൽ പഠിക്കാൻ വിടുകയില്ല, ചുമ്മാ കുർബാനയും ചൊല്ലിക്കൊണ്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുണ്ട് ഒരു ജീവിതം. അപ്പോൾ അവൻ്റെ അപ്പൻ പറഞ്ഞു, എടാ, നിനക്ക് നല്ല ഉറപ്പില്ലെങ്കിൽ നീ തിരിച്ചു പോരെ തോമാച്ച. പക്ഷേ കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ലെന്നും കർത്താവ് പറഞ്ഞിട്ടില്ലേ? അത് കേട്ടപ്പം അവനാകെ വിഷമമായി. ഞങ്ങളും അവനോട് പറഞ്ഞു, നിൽക്കുവാണെങ്കിൽ സഭയുടെ ഒപ്പം നിൽക്കണം തോമാച്ച. അച്ഛന്മാരെ പിണക്കിയാൽ കുറച്ച് സഹിക്കണമായിരിക്കും, അത് സാരമില്ലെന്ന് വെക്കണം, പക്ഷേ കർത്താവിനെ പിണക്കരുത്. വർഗീസ് പറഞ്ഞു, സാറേ, മിക്കവരുടെയും വീടുകളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ എത്ര നാൾ വീട്ടിലിരിക്കും? ഒടുവിൽ ഭൂരിപക്ഷം പേരും ഒപ്പിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ കുറേ പേര് വിമതരുടെ കൂടെ തന്നെ നിൽക്കാനും തീരുമാനിച്ചു.
എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കാതെ മറുതലിച്ച് നിന്നാൽ പട്ടം കിട്ടുകയല്ലോ. ഉടുപ്പൂരി പോരാനും മടി, കടലിനും ചെകുത്താനും ഇടയിൽ പെട്ടുപോയതുപോലെ. അങ്ങനെ 8-10 മാസം പോയി. പട്ടം കൊടുക്കുകയില്ലെന്നായപ്പം വിമതന്മാർ അവരുടെ എല്ലാം വീടുകളിൽ പോയി ഒരു സൂത്രം ഉപദേശിച്ചു. തൽക്കാലം ഒപ്പിട്ട് കൊടുത്തോ, പട്ടം കഴിയട്ടെ, പിന്നെ നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. ഒരു മെത്രാനും നിങ്ങളെ പുറത്താക്കാൻ പോകുന്നില്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഇത്രയും കാലമായിട്ട് അവർക്ക് ഞങ്ങളുടെ രോമം പറിക്കാൻ പറ്റിയിട്ടില്ല, ഇനി തൊടാനും പോകുന്നില്ല. മാർക്കോസ് കൂരിക്കാടൻ്റെ ബുദ്ധിയാണത്. അന്നേരം കൊച്ചുറാണി പറഞ്ഞു, ഈ മാർക്കോസ് അച്ഛൻ സെമിനാരിയിൽ പ്രൊഫസറാണെന്ന് ഓർക്കണം. പിള്ളേരെല്ലാം പുള്ളി പറഞ്ഞതുപോലെ ചെയ്തു. അവർക്ക് പട്ടം കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൂരിക്കാടനും കൂട്ടരും കൂടി റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് അവർക്കൊരു സ്വീകരണം കൊടുത്തു. അതാണല്ലോ അവരുടെ താവളം. എല്ലാവർക്കും പൂച്ചെണ്ട് കൊടുത്തു, കൂട്ടത്തിൽ ചേർത്തു. വിമതർ അവരെ മാമോദീസ മുക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറേ. എന്നിട്ട് കൂട്ടിച്ചേർത്തു, സാറേ, ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കൂടി ബസിലിക്കയിൽ സമരം ചെയ്തില്ലേ? അന്നേരം അവിടെ പന്തൽ കെട്ടി പട്ടം കൊടുത്ത 18 പേരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മോനും ഉണ്ടായിരുന്നു, ജോസൂട്ടി. അവൻ്റെ ബാച്ചുകാരോട് ഒപ്പിട്ട് കൊടുക്കാനൊന്നും പറഞ്ഞില്ല. എന്നാലും മെത്രാൻ്റെ മുന്നിൽ ഏറ്റു പറയുന്ന പ്രതിജ്ഞയിലെല്ലാം ഉണ്ടല്ലോ. മെത്രാൻ എഴുതി കൊടുക്കുന്നതിനേക്കാളും വലുതല്ലേ തമ്പുരാനോട് വെക്കുന്ന ആ പ്രതിജ്ഞ. ദൈവത്തോടും മാർപ്പാപ്പായോടും മെത്രാനോടും പൂർണ്ണമായും കീഴ്പ്പെട്ടും അവരുടെ കൽപ്പനകൾ അപ്പാടെ അനുസരിച്ചും ജീവിച്ചു കൊള്ളാമെന്നാണല്ലോ പ്രതിജ്ഞ. മോനെ, അത് നീ തെറ്റിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾ അവനോട് പറഞ്ഞുള്ളൂ. അവനെ വാക്ക് പാലിച്ചു. ആ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷേ കൊച്ചുറാണി തുവാലയെടുത്ത് മുഖം തുടച്ചു. ശരിക്കും മുഖമല്ല തുടച്ചത്, കണ്ണുനീർ മറയ്ക്കാനായി മുഖം തുടച്ചെന്ന് വരുത്തിയതായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ബാക്കി കേൾക്കാൻ തലനീട്ടി ഞാനൊന്ന് ഇളകിയിരുന്നു. അപ്പോൾ വർഗീസ് പൂരിപ്പിച്ചു, പട്ടം കിട്ടിയിട്ട് 7 മാസമായില്ലേ സാറേ. അവൻ്റെ ബാച്ചിലെ റാങ്കുകാരനാണ് ജോസൂട്ടി. ഇടവക ശുശ്രൂഷയ്ക്കാണ് അവൻ രൂപതാ വൈദികനാകാൻ പോയത്. പക്ഷേ അവനൊരു ഇടവക കൊടുത്തിട്ടില്ല ഇതുവരെ. ഇനി കൊടുക്കുമെന്നും തോന്നുന്നില്ല. സഭയുടെ വക ഒരു ആശുപത്രിയിൽ അസിസ്റ്റൻ്റ് മാനേജർ എന്നും പറഞ്ഞ് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. ആശുപത്രിയുടെ കപ്പേളയിൽ കുർബാന ചൊല്ലും. അതും ഒന്നുമല്ലാത്ത നേരത്ത് 10-15 പേര് കാണും. ബാക്കി എല്ലാവർക്കും ഇടവകയുണ്ട്. ഞങ്ങൾക്ക് സങ്കടമില്ല സാറേ. അച്ഛന്മാരുടെ കൂട്ടത്തിലൊന്നും അവനെ വിളിക്കുകയില്ല, കൂട്ടുകാർ പോലും മിണ്ടുകയില്ല. എന്നാ ഒക്കെ പറഞ്ഞാലും അവനിച്ചിരിയൊക്കെ സങ്കടം കാണാതിരിക്കുമോ? വർഗീസിൻ്റെ തൊണ്ട ഇടറി. കൊച്ചുറാണി പറഞ്ഞു, സാറേ, ഒരാശ്വാസത്തിന് വേണ്ടിയാണ് സാറിനോട് ഇതൊക്കെ പറഞ്ഞത്. 4 പേര് അറിയുമല്ലോ എന്ന് ഓർത്ത്. ചിലപ്പോൾ മെത്രാന്മാരും അറിയുമായിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് സാറിന് എന്നാ തോന്നുന്നു? ഞാൻ പറഞ്ഞു, കെണിയിൽ വീണ എലിയെ കണ്ടിട്ടില്ലേ? നല്ലൊരു തീറ്റ തിന്നാലോ എന്നോർത്താണ് എലി കയറുന്നത്. കയറുന്ന നിമിഷത്തിൽ തന്നെ ആ വാതിലടയും. അപ്പോൾ തന്നെ അതിന് മനസ്സിലാകും പെട്ടുപോയല്ലോ എന്ന്. എത്ര നല്ല തീറ്റയാണേലും അതിനോടൊരു താല്പര്യവും അതിന് തോന്നുകയില്ല. ചിലർ കൊതി മൂത്തിട്ടോ എന്തായാലും പെട്ടുപോയല്ലോ എന്നോർത്തിട്ടോ ആ തീറ്റ തിന്നും. എന്നാലും അവൻ്റെ നോട്ടം എങ്ങനെ പുറത്ത് കിടക്കുമെന്നായിരിക്കും. കമ്പിയഴികളുടെ എല്ലാ പഴുതിലും അത് പോയി മൂക്കുകൊണ്ട് തള്ളും, ഇടിക്കും. മൂക്ക് മുറിഞ്ഞ് ചോര പൊടിഞ്ഞാലും ശ്രമം തുടരും. പക്ഷേ അതിൻ്റെ വിധി എഴുതിക്കഴിഞ്ഞുവെന്ന് അതറിയുന്നില്ല. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോഴത്തെ കൊച്ചച്ഛന്മാർ. നിങ്ങൾക്ക് ഉപദേശം തരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു. എങ്കിലും അവരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഒരു വൈദികനെ വിളിച്ചിരിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. മനുഷ്യരുടെ അംഗീകാരം വൈകിയാലും ദൈവത്തിൻ്റെ വിളിയിൽ സന്തോഷം കണ്ടെത്തുക. ഈ വേദനയും തിരസ്കാരവും പുരോഹിത ദൗത്യത്തിൻ്റെ അവസാനമൊന്നും അല്ലല്ലോ. നല്ലത് ചെയ്യുന്നതിൽ നാം ക്ഷീണിക്കരുത്, യുക്ത സമയത്ത് നാം കൊയ്യും എന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടല്ലോ. പോകാനിറങ്ങുമ്പോൾ കൊച്ചുറാണി പറഞ്ഞു, സാറേ, ഞങ്ങൾക്കും ജോസൂട്ടിക്കും ഈ ഒരു സങ്കടമേ ഉള്ളൂ. പക്ഷേ അവരുടെ ബാച്ചിലെ ബാക്കി അച്ഛന്മാരുടെയൊക്കെ അപ്പന്മാർക്ക് കണ്ണീർ തോർന്ന ദിവസമില്ല. കാരണം കുടുംബത്തിൽ നിന്നൊരു വൈദികനുണ്ടാകുമല്ലോ എന്നോർത്ത് പ്രാർത്ഥിച്ച് സന്തോഷിച്ച് കഴിഞ്ഞവർക്ക് ഇപ്പോൾ മക്കൾ പിഴച്ചു പോയതുപോലുള്ള സങ്കടമാണ്. കെട്ടിച്ചു വിട്ട മക്കൾ വേർപിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ അപ്പനമ്മമാർക്ക് സഹിക്കുമോ? അതുപോലെ അവൻ അച്ഛനാകണ്ടായിരുന്നു എന്ന ഒരുത്തൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. ഒരിക്കൽ കൂടി കണ്ണുനീർ തുടച്ചുകൊണ്ട് കൊച്ചുറാണി കാറിൽ കയറി.